ഹായ് ഓൾ വെൽക്കം ടു ദ ചാനൽ. സോ നേരത്തെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഒരു വോയിസ് ക്വാളിറ്റി കുറവായതുകൊണ്ട് റീഷൂട്ട് ചെയ്യാണ്. ഓൾറെഡി കോഡും പിന്നെ കുറച്ച് ചെയ്തിട്ടുണ്ട്. സോ അതൊന്നും ഒഴിവാക്കുന്നില്ല, ഇത് വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ടൈം നല്ലോണം കൺസ്യൂമിങ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പാറ്റേൺസ് ആണ്. പാറ്റേൺസിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ നെസ്റ്റഡ് ഫോർ ലൂപ്സ് ഒക്കെ വരുന്ന സിനാരിയോസ് പാറ്റേൺസ് വെച്ചിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 4 ആണ്. 1 2 3 4 റോസ് ഉണ്ട്. ഈച്ച് റോയിൽ നമ്പർ ഓഫ് സ്റ്റാർ എന്ന് പറയുന്നത് 5 സ്റ്റാർസും ഉണ്ട്. സോ അതിൻ്റെ ഒരു ഫോർ ലൂപ്പ് എങ്ങനെ ചെയ്താന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു പാറ്റേൺ പ്രോബ്ലമുകൾ ഔട്ടർ ഫോർ ലൂപ്പ് എന്ന് പറയുന്ന നമ്പർ ഓഫ് റോസിൻ്റെ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ ഫ്രം 1 to 4 എന്ന് പറയുന്നത് 1 to 4 ആദ്യം 1 റോ 2 3 4 എന്ന് പറയുന്ന ഈ ലൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഔട്ടർ ഫോർ ലൂപ്പ്. പിന്നെ ഇന്നർ ഫോർ ലൂപ്പിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നത്. അത് J1 to 5, ഏത് 1 മുതൽ 5 വരെ സ്റ്റാർസ് പ്രിന്റ് ചെയ്യിക്കണം ഓരോരോ റോയിൽ ഓരോരോ ഐട്രേഷൻസ് വെച്ചിട്ട്. പിന്നെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈൻ ചെയ്യണം. സോ അതിൻ്റെ ഒരു കോഡ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ കമന്റ് ചെയ്യാം, ഓൾറെഡി ചെയ്തതാണ്. ഒന്ന് റൺ ചെയ്യാം. സോ ആ പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഫസ്റ്റത്തെ ഫ്രം 1 to 1 ആൻഡ് I < 4 I++. പിന്നെ ജെയിൻ്റെ വാല്യൂ J=1, J< 5, J++ സ്റ്റാർ നെക്സ്റ്റ് ലൈൻ. സോ നമുക്കൊന്ന് ഐട്രേറ്റ് ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫസ്റ്റത്തെ കണ്ടീഷനിലേക്ക് വന്നു I=1. ഓക്കെ, I1 ആണ്, 1< 4. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഈ ലൂപ്പിൽ കയറി, ഈ ലൂപ്പ് കയറി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫോർ ലൂപ്പിലേക്ക് വന്നു. J=1, J< 5, അതായത് 1< 5. ആ കണ്ടീഷന് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഈ സ്റ്റാർ പ്രിൻ്റായി. ഇത് മൊത്തമായിട്ടില്ല, ഈ സ്റ്റാർ മാത്രം പ്രിൻ്റായി. പിന്നെ ജെയിൻ്റെ വാല്യൂ ഇവിടെ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഉണ്ട്, ഇൻക്രിമെൻ്റ് ചെയ്തു 2< 5. ആ കണ്ടീഷന് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഈ സ്റ്റാർ ആദ്യത്തെ റോയിലെ രണ്ടാമത്തെ സ്റ്റാർ പ്രിൻ്റായി, കറക്റ്റായിട്ട് വന്ന ഈ സ്റ്റാർ പ്രിൻ്റായി. പിന്നെ 3< 5 3 4 5, അങ്ങനെ ആദ്യത്തെ 5 സ്റ്റാർസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6 ആയി. ജെയിൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് 6 ആയി. 6< 5 അല്ല, അതുകൊണ്ട് ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് ലൈനിലേക്ക് വന്നു. നെക്സ്റ്റ് ലൈന് പ്രിന്റ് ആയി. നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആയതിനു ശേഷം അതിന്റെ വാല്യൂ 2 ആയി. 2< 4. ആ കണ്ടീഷന് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ ലൂപ്പിന്റെ ഉള്ളിൽ കയറി അടുത്ത ജെ വീണ്ടും 1 ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. 1< 5. രണ്ടാമത്തെ ലൂപ്പിലെ ഈ സ്റ്റാർ പ്രിന്റ് ആയി. പിന്നെ 2 ആവുമ്പം രണ്ടാമത്തെ ലൂപ്പിലെ ഈ സ്റ്റാർ പ്രിന്റ് ആവും. 3 4 5 ഈ സിനാരിയോസ് മൊത്തം കഴിഞ്ഞു. 6 ആവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ലൂപ്പ് എക്സീഡ് ചെയ്യും. അടുത്ത അതിൻ്റെ വാല്യൂ നേരത്തെ 2 ആയിരുന്നു, അത് 3 ആവും. അങ്ങനെ തേർഡ് റോയും ഇതേപോലെ പ്രിന്റ് ആവും. ഫോർത്ത് റോയും അതിൻ്റെ വാല്യൂ 4 ആവുമ്പം ഇതേപോലെ തന്നെ പ്രിന്റ് ആവും. സെയിം ലോജിക്ക് തന്നെ പ്രിന്റ് ആവുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ വാല്യൂ 5 ആയി. 5 ആവുന്ന കേസിൽ 5< 4 ആണോ? അല്ല, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് ഈ ഫോർ ലൂപ്പിൽ നിന്ന് എക്സീഡ് ആയി. അങ്ങനെ പ്രോഗ്രാം ഉണ്ടായി. സോ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് വന്നത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് ഔട്ടർ ലൂപ്പിനും ഓരോ റോയിൽ എത്ര സ്റ്റാർ വേണമെന്ന് പറയുന്നത് ഇന്നർ ലൂപ്പിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അടുത്തൊരു പാറ്റേൺ നോക്കാം. ഞാൻ ഓൾറെഡി എഴുതി വെച്ചാണ് നേരത്തെ ഇത് വേണ്ടിയിട്ട്, അതാണ് കാര്യം. സോ ഈ കേസിലും നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 4 തന്നെയാണ്. നമ്പർ ഓഫ് സ്റ്റാർസ് ഇൻ എ റോ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിൽ 1, സെക്കൻഡ് റോയിൽ 2, തേർഡ് റോയിൽ 3. ആ ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷെ നിങ്ങളൊരു പാറ്റേൺ ശ്രദ്ധിച്ചില്ലേ, നമ്പർ ഓഫ് സ്റ്റാർസ് റോയിൽ പറയുന്നത് ആ റോ നമ്പറിന് ഈക്വലന്റ് ആണ്. അപ്പം നമ്മൾ നേരത്തെ എഴുതിയിരുന്നായിരുന്നു ഫ്രം 1 to 5 എന്ന് പറയുന്നത്, അത് J< 5 എന്ന് പറയുന്നതിന് നമ്മൾ ആ ബ്രേക്ക് കണ്ടീഷൻ, അതിന് പകരം ഈ റോ നമ്പർ കൊടുത്താൽ മതി. നമ്മളെ റോ നമ്പർ എന്താ? I ആണ്. അത്രയേ ഉള്ളൂ ആ ചേഞ്ച്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാണ്.
അപ്പം ഈ സിനാരിയോയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഔട്ടർ ലൂപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇല്ല, ഇന്നർ ലൂപ്പിൽ വരികയാണെങ്കിൽ ജെയിൻ്റെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ, ഐ ആണോ എന്നാണ്. അതെ, അപ്പം ആദ്യത്തേത് പ്രിന്റ് ആയി ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം, എന്നിട്ട് ചെയ്യാം. ആ സെയിം പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ജെയിൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണോ, അല്ല, ഐൻ്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് ഈ ലൂപ്പ് എക്സീഡ് ചെയ്തു, പുറത്ത് വന്നു. പിന്നെ സെക്കൻഡ് ലൂപ്പിൽ വന്നു. സെക്കൻഡ് ലൂപ്പിൽ വന്നിട്ട് ഐൻ്റെ വാല്യൂ 2 ആയി. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ജെയിൻ്റെ വാല്യൂ വീണ്ടും 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അതെ, ഈ സ്റ്റാർ പ്രിന്റ് ആയി. പിന്നെ ജെയിൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു, 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ, അതെ, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സ്റ്റാർ പ്രിന്റ് ചെയ്ത് ജെയിൻ്റെ വാല്യൂ 3 ആയി. 3 ആയതുകൊണ്ട് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ, അല്ല, അതുകൊണ്ട് നെക്സ്റ്റ് ലൈനിലേക്ക് കയറി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും റെസ്റ്റ് ഓഫ് ദ കോഡും വർക്ക് ചെയ്യുന്നതായിരിക്കും. സോ ഈ ലോജിക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു പാറ്റേൺ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പ്രിന്റ് ചെയ്തതിന്റെ ജസ്റ്റ് ഇൻവേർട്ട്, ഇതിലൊന്നും ചെയ്യാനില്ല. ഇങ്ങനെ ഒരു ഇൻവേർട്ട് സ്റ്റാർ വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ ലോജിക്കിൽ നമ്മൾ 1 to 4 കൊടുത്തില്ലേ, അതിന് പകരം 4 to 1 എന്ന് കൊടുത്താൽ മതി. അതായത് ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഈ ഔട്ടർ ഫോർ ലൂപ്പിന്റെ ഈ കണ്ടീഷൻ മാത്രം ഒന്ന് സ്വാപ്പ് ചെയ്താൽ മതി. അതിന്റെ വാല്യൂ 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് മൈനസ്, ഈ ഒരു സിനാരിയോ മാത്രം. ഞാൻ ഓരോന്നും സെയിം കൈൻഡ് ഓഫ് പ്രോബ്ലം ആയതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ലൈൻ ബൈ ലൈൻ ഡീബഗ് ചെയ്ത് പറയുന്നില്ല. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അത് വന്നിട്ടുണ്ട്. ടൈംസ് അടുത്ത പാറ്റേണിൽ നമ്പർ ഓഫ് സ്റ്റാർസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഓരോ റോയില് 1, രണ്ടാമത്തെ റോയില് 2. അപ്പോൾ ആ ലോജിക്ക് നമുക്ക് എങ്ങനെയാണ് നേരത്തെ അറിയാം നമുക്ക്. പക്ഷെ ഇതിലൊരു കേസ് നോക്കുകയാണെങ്കിൽ സ്പേസസ് ഉണ്ട് അല്ലേ. ഫസ്റ്റത്തെ റോയ്ക്ക് 3 സ്പേസ് ഉണ്ട്, രണ്ടാമത്തെ റോയ്ക്ക് 2, മൂന്നാമത്തെ റോയ്ക്ക് 1. അപ്പോൾ നമുക്ക് സ്പേസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫോർ ലൂപ്പിന്റെ ആവശ്യം കൂടെ ഉണ്ട്. സോ അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഒരു കെ എന്ന് പറയുന്ന ഒരു ഇറ്ററേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ യൂസ് ചെയ്തതെന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ മൈനസ് ഐ. റോ എന്ന് പറയുന്നത് 4 ആണെങ്കിൽ 4 മൈനസ് 1 3. അപ്പൊ ആദ്യത്തേൽ 3 വട്ടം സ്പേസ് പ്രിന്റ് ആവണം. പിന്നെ രണ്ടാമത്തെ റോയിൽ 2 വട്ടം പ്രിന്റ് ആവണം. മൂന്നാമത്തെ റോയിൽ 1 വട്ടം പ്രിന്റ് ആവണം. അത്രയേ ഉള്ളൂ. ആ സ്പേസ് പ്രിന്റ് ചെയ്യുന്ന ലോജിക്ക് മാത്രമേ ഇതിൽ എക്സ്ട്രാ വന്നിട്ടുള്ളൂ. അതിന്റെ കോഡ് എങ്ങനെയാണ് നോക്കാം. ആ പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഐന്ന് പകരം ഒരു റോ ഔട്ട് സൈഡ് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ ലൂപ്പ് സെയിം ആണ്. അതിൻ്റെ ഉള്ളിൽ സ്റ്റാർ വരുന്ന ലൂപ്പും പ്രിന്റ് ലൈനും ഒക്കെ സെയിം ആണ്. നമ്മൾ സ്പേസ് പ്രിന്റ് ചെയ്യുന്ന ഒരു ലോജിക് ഉണ്ട്, അതിൽ മാത്രമാണ് വേരിയേഷൻ ഉള്ളത്. സ്പേസ് പ്രിന്റ് ചെയ്യാൻ നമ്മൾ ഒരു ലൂപ്പും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ലൂപ്പിൽ കെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ മൈനസ് ഐ. എല്ലാ സിനാരിയോസിലും ഈ ഒരു എഡ്ജ് കേസ് ഉണ്ടല്ലേ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ അല്ലെങ്കിൽ റോ മൈനസ് ഐ, നമുക്ക് ചെയ്ത് എക്സ്പീരിയൻസിൽ നമുക്ക് കിട്ടും അത് എന്ത് ലോജിക്കിലാണ് അത് വരിക. ജസ്റ്റ് ഒബ്സർവേഷനും പിന്നെ ചെയ്ത് പാറ്റേൺസ് ചെയ്തിട്ടാണെങ്കിലും ബാക്കി കോഡിങ് ചെയ്തിട്ടാണെങ്കിലും ആ എക്സ്പീരിയൻസിൽ ഗെയിൻ ചെയ്യുന്നതാണ്. സ്റ്റാർട്ടിങ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഡെസ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കേസിന്റെ ലോജിക്ക് നോക്കാം. ആദ്യം 1 ആണ്. ഓക്കെ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ സ്പേസ് പ്രിന്റ് ചെയ്യുന്ന ഇതിലേക്ക് കയറി കെന്റെ വാല്യൂ 1 ആണ്. കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ മൈനസ് ഐ. റോ എന്താണ്? റോ 1 ആണ്, അല്ല, റോ 4 ആണ്. 4 മൈനസ് ഐ എന്താണ്? 3 ആണ്. അപ്പോൾ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 വരെ ആദ്യത്തെ വാല്യൂ 1 ആയതുകൊണ്ട് ഒരു സ്പേസ് പ്രിന്റ് ചെയ്ത്, പിന്നെ കെന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നേരത്തെ 3 ആണോ? അതെ, അതുകൊണ്ട് ഒരു സ്പേസ് പ്രിന്റ് ചെയ്ത്,
പിന്നെ 3i 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ അതെ അത് ഒരു സ്പേസ് പ്രിന്റ് ചെയ്തു. പിന്നെ 4i kന്റെ വാല്യൂ ഈ കണ്ടീഷൻ ഫെയിലായി പുറത്തേക്ക് വന്നു. പിന്നെ ഈ ലൂപ്പ് നമ്മൾ നേരത്തെ സെയിം ലൂപ്പാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെ ഒരു സ്റ്റാർ പ്രിന്റ് ആയി, പിന്നെ ഒരു ലൈന് പ്രിന്റ് ആയി. പിന്നെ നെക്സ്റ്റ് ലൈനിൽ ഇതേപോലെ തന്നെ കെയിൽ 2 സ്പേസ് പ്രിന്റ് ആവും, 2 സ്റ്റാർ പ്രിന്റ് ആവും. ജസ്റ്റ് നോക്കിയാൽ കിട്ടും. അപ്പം അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഈ ഒരു പാറ്റേൺ ഓഫ് പ്രോബ്ലം ആണ്. ഇതിലും സെയിം സംഭവമൊക്കെ തന്നെയാണ്. സ്റ്റാറിന് പകരം ജസ്റ്റ് ഒരു വേരിയബിൾ, ഒരു നമ്പർ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ നമ്പർ എന്ന് പറയുന്നത് ഐ തന്നെയാണ്, റോ നമ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. സ്പേസ് പ്രിന്റ് ചെയ്യേണ്ട ലോജിക്ക് നമുക്കറിയാം. സ്റ്റാറിന് പകരം ജസ്റ്റ് ഐന്റെ ആ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി. പിന്നെ ഓരോ എന്താ പറയാ നമ്പേഴ്സും തമ്മിൽ ഒരു സ്പേസും കൂടെ ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആ പിരമിഡ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിൻ്റെ ഒരു കോഡ് നോക്കാം. എന്താണ് അതിൻ്റെ കോഡ്? ഇപ്പം ഔട്ടർ ലൂപ്പിൽ ഒരു മാറ്റവും ഇല്ല. പിന്നെ സ്പേസ് പ്രിന്റ് ചെയ്യിക്കുന്ന ലോജിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിലും ഒരു മാറ്റവും ഇല്ല. പിന്നെ സ്റ്റാർ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നതിന് പകരം അവിടെ ഐന്റെ വാല്യൂ 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, 2, 3, 3 ഐന്റെ വാല്യൂ എന്താണോ അത് പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പേസും കൂടെ പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ ഈ പിരമിഡ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബാക്കി ഡിസ്ക്രിപ്ഷനിലുള്ള നോട്ട്സിലുണ്ടാവും കറക്റ്റ് എക്സ്പ്ലനേഷനെല്ലാം കാര്യങ്ങളെല്ലാം. അപ്പം അഡ്വാൻസ് പാറ്റേൺസിൽ ഈ പ്രോബ്ലംസ് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യിക്കാം ഡിസ്ക്രിപ്ഷനിൽ, ഒരു നോട്ട്സ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.